കളിപ്പുള്ളയാ. അയ്യോ സോറി സോറി മച്ചാനെ. മോനെ 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 എല്ലാരും ഏതൊക്കെയാണോ? മോഹൻ ചെയ്ത് ഇന്നത്തിരി വെളുത്ത കൂട്ടുണ്ടത്. ഞാൻ ഉറക്കത്തെ കണ്ട് ഒന്ന് പെരുത്തിരിക്കുകയാണ്. ഒരു അനിയുണ്ടല്ലോടാ അളിയാ. എപ്പത്തി ഓ വാറെന്നാ കൊണ്ടാണ് കഴിയുന്നോള്. അല്ല വാറില്ല, എന്തിനു ചെറിയ ചെറിയ അടി, ചെറിയ എന്തിനടി അങ്ങോട്ടും ഇങ്ങോട്ടും. വേറെ എമാരൊക്കെ ഉണ്ട്, ഏബലുണ്ട്, പിന്നെ എസ് ആർ കെ ഉണ്ട്, കണ്ണാപ്പുണ്ട്. കത്തിപ്പോയത് നിക്കണ് ടി വി കണ്ണാപ്പി കണ്ടുകൂടെ കത്തിപ്പോയത്? ആന്റി വീഡിയോ സിസ്റ്റം വീഡിയോ ചെയ്ത് അഴുക്ക ചെറിയ ആന്റി ഇന്ന് കേട്ടപ്പോഴത്തേക്ക് ഇവിടെ എലി വന്നേട്ടാ. അല്ലെ ഒരു സെക്കൻഡ്, അല്ലെ ഒരു സെക്കൻഡ്, അല്ലെ ഒരു സെക്കൻഡ്. 25 ഞാൻ കേറാം. ഡേയ് ഡേയ് കൊച്ചിറക്കാ, ഡേയ് ഇറങ്ങ, പുറത്തിറങ്ങ, പുറത്തിറങ്ങ. എന്നെ 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 ഹലോ ഹലോ പറഞ്ഞോളൂ. നമുക്ക് 11 മണിക്ക് ടർഫുണ്ട്. ടർഫ് ടർഫ് ഉണ്ട്, അതിന് മുന്നാക്കിയല്ല. കഴിഞ്ഞിട്ടല്ലേ വേണമെങ്കിൽ നേരത്തെ നടത്താം. എല്ലാരും അവൈലബിൾ ആവുള്ളൂ, അതാണ് ഒരു കാര്യം. അരമണിക്കൂറിൽ നമുക്ക് കാര്യം കഴിയാം. ഈ മാസടിയാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത. ഓക്കെ ആണോ പ്രിൻസസ്? അതായത് ഒരു നമുക്കൊരു ഞാൻ പറയട്ടെ പ്രിൻസസ്, ഒരു 9:30 പ്രീവറങ്ങ് അടിച്ച് തീർക്കാതെ. 9:30 കാണുമല്ലോ, 10 മണിയാകുമ്പോ എല്ലാരും കാണും. 10 മണിക്ക് ഒക്കെ ആണെങ്കിൽ നമ്മള് റെഡി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് വാറ് വേണമെങ്കിൽ ടർഫിനായിട്ട് നോക്കാം. വേണമെങ്കിലോ? ആർക്ക് വേണമെങ്കിൽ? അല്ല, പ്രീവാറിനനുസരിച്ചല്ലേ വാറിന്റെ തീരുമാനം വരുവുള്ളൂ. എന്തായാലും അത് 10 മണിക്ക് ശേഷം നോക്കാമേ, രണ്ട് സൈഡിൽ ആരായാലും. പിന്നെ രണ്ടും ടർഫ് കഴിഞ്ഞിട്ട് വെക്കേണ്ടി വരും. ഉണ്ടാവോ? ഒന്നിലോ 9:30 അല്ലെങ്കിൽ ടർഫ് കഴിഞ്ഞിട്ട്, നിങ്ങളുടെ ഇഷ്ടം. 10 മണിക്ക് നമുക്ക് പറ്റൂല, കാരണം നമുക്ക് ടർഫിന് വേണ്ടി റെഡി ആവേണ്ട സമയം. ടർഫിന് ശേഷം തന്തയാക്കി 2 കൂടി പോന്നോണ്ടല്ലോ. എന്നിട്ട് ഹലോ ഹലോ കഥരനും മനസ്സിലായോ? ഇല്ല. ഞാനന്ന് കംപ്ലൈന്റ് ഒന്ന് പറഞ്ഞേ, ടീജനെ ഹോസ്റ്റേജ് കൊണ്ടേത്. ടീജനെ ഹോസ്റ്റേജ് കൊണ്ടേത് സാവേജ് കാരണം. ആ നിന്നെ കൊണ്ടുപോയോ? അല്ല അന്ന് പറഞ്ഞ ഓർമ്മ ഓർമ്മയില്ല. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് എന്താ, എന്നെ അവിടെ ഒരു കൊമ്പന്റെ പ്രതിമ ഉണ്ട്, അതിന്റെ തുമ്പിക്കൈയിട്ട് പിടിച്ചാടാൻ പറഞ്ഞു. എന്നിട്ട് നീ ആടിയാ? ഇല്ല. എടാ
ഗാങ് സിറ്റുവേഷനിൽ ഇന്റർഫിയർ ചെയ്യില്ല എന്നാ ഇങ്ങനെ ആടേണ്ടി വരും. 10 ലക്ഷം തരുന്ന പറഞ്ഞിട്ടാ. ആ നമുക്കത് ഇല്ല. ഞാനിപ്പോ ഒരു ഇല്ല ഒരു സെക്കൻഡ് കയ്യിലിരുന്ന് ആടാൻ പറഞ്ഞു. എന്തോടെ ഇത്? ഡേയ് അവർ ലാസ്റ്റ് എന്തോ പറഞ്ഞ കേട്ടില്ല. ആ ഓക്കെ കണ്ട് ഞാൻ സംസാരിച്ചു. എടാ ഹലോ ടർഫ് കഴിഞ്ഞിട്ട് പ്രീവാർ ആൻഡ് വാർ. ടർഫ് കഴിഞ്ഞിട്ട് അപ്പൊ എത്ര മണിക്ക്? 2 മണിക്കാ? ക്യാൻസൽ ആയിട്ടോടാ. ക്യാൻസൽ ആയി. റിജക്ട് ചെയ്യാൻ പറ്റുമോ? 12 മണി രാത്രി തീരും എന്തായാലും. 2 മണി വരെ 2 മണി വരെ ഉണ്ട്. നമുക്ക് ഫാസ്റ്റ് പാക്കാൻ പറയാം. ശരി നോക്കട്ടെ. വർഷത്തിൽ ഒരിക്കലും വരുന്ന വാറാണ്. റിജക്ട് ആക്കല്ലേ? ഓ ഇല്ല റിജക്ട് ആക്കുന്നില്ല. നമ്മൾ റിജക്ട് ആക്കുന്നില്ല. പ്രശ്നമാണ് അളിയ, വലിയ പ്രശ്നമാണ്. ഒരു മിനിറ്റ് അളിയ, ഒരു സാധനം എടുത്തോണ്ട് വന്നിട്ട് എന്റെ ബാക്കില്. അളിയ വെൽക്കം ബാക്ക് ടു എക്സാൻസ്. എനിക്ക് എല്ലാ വട്ടവും അറിയാം. ഞാൻ വരുമ്പോ ഒരു പൂക്കോട്ടായിരുന്ന നീയാണ് അറിയാ. എനിക്കത്ര സ്നേഹമുള്ളൂ. ഇവർ ഇതൊക്കെ ഫേക്ക് ലവ് ഇവരുടെയൊക്കെ. ആദ്യമേ തരണോ? എനിക്ക് ചന്ദ്രൻ തന്നത് ട്രീസർ അനിയത്തിലാണിത്. ബൊക്കറ്റ് മറന്നുപോയി. എടാ എന്താ നിനക്ക്? എന്തിനാ നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്യണം? നീ എന്നെ ഇങ്ങനെ സൂര്യ മൊത്തത്തിൽ അടിച്ചുപോയി. സെറ്റായി. എന്ത് കിട്ടിയാന്നാണ്? ആ ഒരു ഫോൺ കിട്ടി. ഡോക്യുമെന്റാ? ആരെ ഡോക്യുമെന്റ്? പഴം കിട്ടിയൊരു അളിയ ബാബു എന്നാണ് ഇന്നലെ പിത്തളഞ്ചീര ചത്ത ശവം കൊണ്ട്. അതെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നാ അറിഞ്ഞത്. നാളെ വരല്ലേ? ഞാൻ വല്ല പിള്ളേരെ തല്ല ചടിച്ചിരുവേ. അതാണ് അവന്റെ പ്രത്യേകത. ആ പൂണ്ടിരാജല്ലേ ഇത്? ഞാൻ പറയില്ല ഏത് രാജ്യം ഇത് കേട്ടാ. ഓൾഡേജ് ഹോം തുറക്കുന്നുണ്ടാ? നിനക്കാണ്? അല്ല ഈ അമ്മൂമ്മമാരെ വിളിക്കുന്ന അച്ചാച്ചാ നീ വിളിച്ചാ? ഞാൻ പോവാണ്. വേണ്ട മതി പോ. അലീനെ കുഴപ്പമില്ല. ഒന്ന് വലിയ കുഴപ്പം മനസ്സിലായോ? വണ്ടി കയറ്റിക്കൊണ്ടു വണ്ടി ഇട്. മലയാളം ഒന്നും പോലും പറയാറുണ്ടാത്ത ചന്ദ്ര ഡൗൺഫോൾ തമിഴ്നാട്ടിലാണ് മറ്റേ വോട്ടൊക്കെ ഇടാൻ ഞാൻ സംഭവം അവിടെ പെൻഷൻ
എടാ പുണ്ടരാജു പുണ്ടരാജു എടേ പുണ്ടരാജു 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 കേറ് നീ വാർക്കല പല്ലൂരിപ്പോ ഡേ പുണ്ടരാജു കേറാ ഡേ പുണ്ടരാജു എടാ ചന്ദ്രന് ഞാന് വാറ്റ് എലി അലീന പിന്നെ ആരാണ് ജോലി കേട്ടോ നിങ്ങള് രണ്ടുപേരും ക്യാരി അടി കുറച്ച് കാര്യങ്ങൾ മാത്രമായിട്ട് സമാധാനം ഭയങ്കര തിരക്ക് അതാണ് ഞാൻ എടുക്കാം തോളിക്കൂടെ പിന്നെ തമിഴ്നാട്ടിൽ തന്തയുള്ളവന്റെ തോളി കയറാൻ ഞാൻ ആരപ്പ സൂര്യ സൂര്യ നിന്നെ പറഞ്ഞേട്ടാ പറയാനെങ്കിലും ഒരു തന്തയുണ്ട് മാറ്റാൻ പറ്റൂല സൂര്യ നിന്നെ തമിഴ്നാട്ടിൽ വേണോ നിന്നെ എന്നാ പൊക്കോ സന്തോഷത്തോടെ വിടുവല്ല എലി നീ മറ്റേ ടോട്ട്പാലില് 1 2 3 100 അടിച്ചിട്ട് അച്ഛന്റെ പേര് അത് കൊള്ളത്തില്ലേ അത് കൊള്ളത്തില്ലേ എന്തൊരു അളിയാ ഗോകു ആ ചെളി എന്റെ മുഖത്താണ് ഇടർച്ചത് ആ ബാസ് ഒന്ന് ശകലം കുറയ്ക്കാൻ അളിയ എല്ലാം ശരിയായില്ലേ അപ്പൊ ഇനി സിറ്റി കാണില്ലല്ലോ ദിവസം ഗോകു അളിയ സിറ്റിയിൽ കാണില്ല അളിയ ഇനി ഗോകു പിന്നില്ലാണ്ട് പിന്നല്ല അളിയ പിന്നല്ല ബാക്കി ഇച്ചായ നോക്കിയോളൂ അല്ലീന ഇത് എന്താ ഡ്രസ് മനസ്സിലായോ കണ്ടിട്ട് റൈഡർ ജാക്കറ്റ് ഓ അപ്പൊ വന്ന് പഴയ യമഹ റൈഡർ தெரியாதா അതാ മുതുമാർത്താണ്ട വർമ്മയുടെ വലിയ അവാർഡൊക്കെ മേടിച്ചിട്ടുണ്ട് അലീനെ പറഞ്ഞു കൊടുത്തിട്ടില്ല കുറച്ച് പയ്യന് അതെ അപ്പൊ നീ എന്റെ മോല്ല നല്ല നാറ്റം മുടിക്ക് നല്ല നാറ്റം കുറച്ചേരം കൈ പിടിച്ചിരിക്കും ഇങ്ങനെ എലി ഷാമ്പു എന്ന് പറഞ്ഞ സാധനം ഇനി നമ്മളതിന്റെ സ്കൂളിലോട്ട് അങ്ങോട്ട് വരാൻ ഒന്ന് സ്കൂളൊക്കെ നമുക്കൊന്ന് കാണാം അടുത്ത് ഒരു പ്ലോട്ട് നമ്മൾ എടുക്കുന്നുണ്ട് ഉടനെ സ്കൂള് നിങ്ങൾ അടയ്ക്കാൻ പോകണം ഉടനെ ബാബുവിനെ മാറത്തെ മലയാളം ടീച്ചറായിട്ട് എടുത്തു പറഞ്ഞിട്ട് അതെ പുണ്ടരാജു മരിച്ചേ ഓരോരോ രണ്ട് വാണിങ്ങ അടുത്തേല് ഞാൻ പോവേ അടുത്തേല് തീർന്നു കഴിഞ്ഞാ ഗോകു ഞാൻ കത്തിപ്പോവും പറട്ടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ നിക്കരുത് സത്യം പറഞ്ഞപ്പോ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അതല്ല ഉദ്ദേശിച്ചത് എലി സിറ്റിയില് ഇപ്പൊ എലി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആരെയാണ് വാസമുണ്ടോ അല്ലാണ്ട് പിന്നെ എലി മിസ് ചെയ്യുന്നവരൊക്കെ മരിച്ചുപോയി ഇവിടെ അത്രയല്ലേ ഇപ്പൊ ഇരിക്കുന്നത് 80 സിറ്റിയിലെ ഒരാളുള്ളൂ അത് വലിയ അല്ലല്ല ഞാൻ കാര്യം പറയാൻ വരെയായിരുന്നു എലിയുടെ അച്ഛനില്ലേ അച്ഛനില്ല എലി വാസമായിരുന്നുള്ള കാര്യം മറന്നുപോയി വളർത്തച്ഛന്റെ പേരെന്തായിരുന്നു എലി മാർഷൽ മെന്നിയാ അങ്ങനെ കൊറേ എലിയുടെ വളർത്തച്ഛന് പെട്ടെന്ന് എലി ഇപ്പൊ കാണേണ്ടി വന്നുള്ള എലിയുടെ ഒരു റിയാക്ഷൻ എന്തായിരിക്കും അതെന്തിനാ തുപ്പി വരണ എന്തിനാ ഇങ്ങനത്തെ നിലവാരം കുറെ സാധനങ്ങളൊക്കെ അടിക്കുന്ന ഗോകു സമാധാനമുള്ള സ്ഥലത്ത് ആളെ എന്നെ പമ്പരുതാ ഏറ്റവും സമാധാനം പോടാ എന്റെ പമ്പാണ് ഏറ്റവും സമാധാന സ്ഥലം അതാണ് അവിടെ ഇപ്പൊ ആൾക്കാരില്ലല്ലോ സ്കൂളിൽ പോണോ സ്കൂളിൽ പോണോ ക്യാമറമാനെ പോലെ എസ്കോർട്ട് അടിച്ചാ
അത് ആരെയാണ് എടുത്തത് അയാൾ അടുത്ത പോലെ അടിച്ചു കഴിഞ്ഞാൽ മാറുമെന്നാണ്. ഇങ്ങ വന്നാണ് എലി ഇങ്ങ വന്നാണ് എലിനെ ഞാൻ എസ്കോർട്ട് അടിക്കട്ടെ ഇങ്ങ വന്നാണ് എടി ഞാൻ അറിഞ്ഞത് KVയിലെ പണ്ടത്തെ ഇട്ടിച്ചനാണ് നിന്റെ അച്ഛനാണെന്നാണല്ല എലി. ആ അല്ല അല്ല അല്ലല്ല അങ്ങനല്ല, അതാണോ എലി ഒരു പെട്ടെന്നൊരു ഓർമ്മ. ഇവരെ വണ്ടി കയറ്റാൻ പറഞ്ഞ തെറ്റായിട്ട് തോന്നുന്നു. എനിക്ക് എന്തിനൊക്കെ പറയുന്നത് കുഴപ്പമില്ല കുഴപ്പമില്ല. അല്ലേ വാ ഇറങ്ങി ചന്ദ്രൻ ഇറങ്ങി. നീ അറിയത് പോണത് എനിക്ക് എന്തിനാ അറിയുന്നത്? അത് നിന്റെ അടുത്ത് എന്തിനാ പല ആവശ്യങ്ങൾക്കും പോകളിയാ. കുളിക്കാൻ പോകും, മൂത്രം ഒഴിക്കാൻ പോകും, എല്ലാത്തിനും പോകും. സംസ്കാരം ഇല്ലാത്ത നാറിയെ പിടിച്ച് തോളിയൊന്നും ഇറങ്ങും ഇവിടെ എടാ ഞാൻ കാര്യം പറയട്ടെ, വാറ്റേ അവക്ക് ഇഷ്ടമല്ല കേട്ടാ. അവക്ക് ആകെ വാസുവിനെ മാത്രമാണ് തോളത്തിരുത്ത ഇഷ്ടം. ആരോട് പറയാം, വലിഞ്ഞു കയറി തോളി കയറിയെങ്കിൽ ഇരിക്കും കുളിക്കാത്ത തുണി ഇട്ടോണ്ട്. സ്കൂളിൽ ഇപ്പൊ ജോലിയൊന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച്. നിനക്കാണെങ്കിൽ എന്റെ പമ്പില് ജോലി തരാം. ചന്ദ്ര എലിക്ക് ഇപ്പൊ താല്പര്യം അതൊന്നുമല്ല. എലിയിപ്പൊ എലിയുടെ പുതിയ പരിപാടി എന്തെന്ന് അറിയാമോ? ഞാൻ എന്റെ പുതിയ പ്ലാൻ പറഞ്ഞുതരട്ടെ. എനിക്കറിയാം. ഗോകുന്നിറങ്ങണേ അതെ കാല് കുറച്ച് വയ്യാളി. ഇല്ല അത് എന്റെ തോളിക്ക് അറിയോ. എനിക്ക് ഇഷ്ടമല്ല എന്റെ ഗേൾഫ്രണ്ട് അത് കണ്ട വാളികളൊക്കെ കയറുന്നത്. അതെ എനിക്കത് പെങ്ങളല്ല അളിയാ. എനിക്ക് സംശയമുണ്ട്. അങ്ങനെയുള്ള ഇത് അറിഞ്ഞോണ്ടല്ലോ എലി നിന്ന് കത്തുക സ്കൂള്. സരക്കെ അണ്ണൂന്റെ കാര്യമൊക്കെ അറിഞ്ഞാ ഇവിടുത്തെ മേയർ സ്ഥാനത്ത് നിന്ന് ഒതുങ്ങിയ ആള് ഇതാ മറ്റേ തോച്ചു. അതെന്തായാലും ആൾക്കാർ തോപ്പിക്കും. എന്തായാലും മത്സരിക്കില്ലല്ലോ. ഒറ്റ മത്സരാർത്ഥിയാണോ? അല്ല എനിക്ക് അറിഞ്ഞൂടാ. അത് അല്ല മത്സരാർത്ഥി ഒന്നേ ഉള്ളൂ. ക്വാളിഫിക്കേഷൻ എന്താ? 10ാം ക്ലാസ് ആയിരിക്കും. ക്വാളിഫിക്കേഷൻ 10ആ? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇപ്പം ഒരു ഇരിപ്പ് വെച്ച പക്ഷേ നമ്മുടെ അടുത്താണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അവർക്ക് വൈരാഗ്യം കൂടുതൽ. അപ്പൊ തോൽക്കാനാണ് ചാൻസ് കൂടുതൽ. ഞാൻ ഒറ്റ കയ്യിലിരിക്കുന്നുണ്ടാ ഇവര് ഇവൻ കൊണ്ടി വലുതായോണ്ട് ഞാൻ താഴെ എഴുന്നില്ല. കുണ്ടി വലുതായതുകൊണ്ടാണോ? കണ്ണ് വെക്കാൻ സാധനം അതിന് വേറെ വല്ല മരത്തിനെ വെച്ചാ മതി. കണ്ണ് വെച്ച് നോക്കി നോക്കട്ടെ. നമ്മുടെ സിറ്റിയില് ഓൾട്ട് വെച്ച് നോക്കിട്ടൊന്നും വരുന്നില്ല. ഞാൻ എലിയുടെ നെറ്റിയിൽ ഒരു പൊട്ട് പൊട്ടിട്ടുണ്ട്. പേടിച്ചു. ഇത് എവിടുന്ന സൗണ്ട് ഉണ്ടല്ലോ നോക്കണേ. ഇളകി ഇളകി. ഹലോ 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 ചന്ദ്രന്റെ വണ്ടി കണ്ടെടുത്തിരിക്കുന്നു. ആരാ? ചന്ദ്രന്റെ വണ്ടിയോ? ഓപ്പൺ ജീപ്പിൽ ഓപ്പൺ ജീപ്പ്. ആ അത് എടുത്തോ. ആരെടുത്തേ? പപ്പു. ആ ഓക്കെ ഇരിക്കട്ടെ 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 ഇരിക്കട്ടെ. വരത്തില്ല. വേണ്ട വേണ്ട അവിടെ ഇട്ടേ ഞാൻ എടുത്തോളാം. പപ്പടാ പപ്പടാ നീ ഓടിച്ചോടാ. ഓക്കെ ഓക്കെ ഇല്ല 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 ഇല്ല. കാണാ പോയി ആള് പോയി. എന്നെ കണ്ട കൂളായിട്ട്
ആ നിന്നെ കണ്ട എന്ത് ഹലോ മാറ്റേ കൂളായിട്ട് തോന്നില്ല അളിയാ എന്നെ കണ്ടാ. ആരാ മാറ്റേ ആ, ആ. ഇവിടെയാണുള്ളത്. എന്ത് ഒരു കേസ് ഉണ്ടായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. ആ എന്ത് കേസാണ് സാർ? നിങ്ങൾ മിനാന്ന് പീടിയായപ്പോൾ ഇവിടുത്തെ കുറച്ച് സാധനങ്ങൾ കട്ടുപോയിനായി, അതൊന്ന് തരണം. ഇവിടുത്തെ സാധനങ്ങൾ കുറച്ച് കട്ടുപോയിനാ? ആ കട്ടോട് കൊണ്ടേനി, അത് കട്ട് വേണം തിരിച്ചു തരണം. ആ എന്തൊക്കെയാണ് കേട്ടോണ്ടേ സാർ? ഞാൻ വന്ന് പറയാ എവിടെയാണുള്ളത്, സാർ ലൊക്കേഷൻ പറയൂ. എല്ലാം കൊടുത്തിട്ടാണോ? ഞാൻ ഇവിടെ എസ് ഫാമിലുണ്ട് സാർ. ആ ഐ എം കമ്മിങ്. ഓക്കെ 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 ഓക്കെ. നീ മുണ്ടച്ചി പറഞ്ഞ എവിടെ ഞാൻ നശിപ്പിക്കുന്നു നോക്കിയ വരട്ടിങ്. നടക്കുന്നതാ അളിയാ ഇത് ഞാൻ ആകെ കാണുന്നത് ഊട്ടിയിൽ പോകുമ്പോഴത്തേക്കും തണുപ്പ് മാമന്മാര് മാത്രം ഇട്ടുകൊണ്ട് നടക്കുന്നേ കാണുന്നത്. ഞാൻ അവസാനം ഊട്ടി പോയപ്പോഴത്തേക്ക് ലോഡ്ജിൽ റൂം കിട്ടിയ ലോഡ്ജ് സെറ്റ് ആക്കിട്ടാണെന്ന് നിന്നെ ആരെല്ലാം തൂക്കിട്ടിരുന്ന അവിടെ അല്ലേ കഴുത്തിന്? നീ നീ തൂങ്ങിയിരിക്കാൻ പോയ നിന്റെ കഴുത്തൊന്നും കെട്ട്. ഇതെല്ലാം മൂന്നെണ്ണം പൂണ്ടിരാജ ഡേ അധികം സംസാരിക്കല്ലേ പൂണ്ടിരാജ കേട്ടെ പത്തിയ പുള്ളയുടെ സെൻസ് തരീബ. ഇപ്പൊ കാണുന്ന എങ്ങനെ ഏത് കണ്ടില്ലെന്ന് അറിയാമോടാ മാറ്റേ? കണ്ടില്ല കാണുന്നത് ഇപ്പൊ അളിയാ ഒരു ഫീൽഡ് ഔട്ട് ആയ തമാശക്കാരനെ പോലെയാണ് നിന്നെ ആൾക്കാർ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അലിൻജോസ് പേരിനെ കാട്ടി മോശമാണ് നീ. ഞാൻ ന്യൂജൻ പിള്ളേരോട് അവർക്ക് ചില ഫോറിൻ മാമാരുണ്ട് നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ലീവിനൊക്കെ വരും, എന്നിട്ട് ഇതുപോലെ വന്ന് വീട്ടിൽ വന്ന് മിക്സർ നിന്നോണ്ട് ഡയലോഗ് അടിക്കുന്നത് ഓരോന്ന്. ഇത് ഫോറിൻ മാമൻ. പറയണ്ട സൂര്യ, അതൊക്കെ പറയണം. അല്ലയാ ഇത് പണിഷ്മെന്റ് എന്നല്ലേ, പണിഷ്മെന്റ് എന്ന്. ഏറ്റവും കൂടുതൽ പീഡിയെ ദ്രോഹിക്കുന്നതിന്റെ അവാർഡ് കിട്ടിയതുകൊണ്ട് അവര് പറഞ്ഞ് 2 ദിവസം പീഡി കളിക്കാൻ. പീഡിയുടെ വേദനകൾ മനസ്സിലാക്കാൻ വേണ്ടിട്ട് പീഡി കയറ്റിയോ. ഇവിടുത്തെ പോലീസ് വണ്ടി എല്ലാം സേഫ് ആയിരുന്നു. അല്ലയാ അന്നേരം ഉണ്ടല്ലോ ഈ കഴിവേറെ മോനില്ലേ, ഇവൻ തന്നെ ഫസ്റ്റ് ദിവസം മൊത്തം തീർത്ത്. ഇവ എന്റെ ഫ്രണ്ട് ഇട്ടൊരു ഒരു കൊച്ചിനെ പിച്ചാത്തിക്ക് അറിഞ്ഞ് അങ്ങനെ ഈ സൂര്യ ഇവ അഴുക്ക. ഓ അതന്നെ ഇവൻ തന്നെ കഴിവേറ്. ഞാൻ ഇതടുത്താണല്ലോ ഇവനെ. അപ്പൊ അങ്ങനെ ഇതായിരുന്നു ഒരു ദിവസം മൊത്തം ഇവന്റെ ഓട്ടിച്ച്. ഇവന്റെ ഒരു പേട്ട് കാറുണ്ട്, ഒരു കൊച്ചു കാർ. അതാണെങ്കിൽ 300-400 കയറുന്ന വണ്ടിയാ. അതിനെ കാണാൻ കൂടി പറ്റില്ല കണ്ണിന്. അഹങ്കാരം. പോലീസിന് വെല്ലുവിളി, ഞാൻ ചന്ദ്രബോസിന്റെ മോൻ, ഞാൻ പിടി തരൂല എന്നൊക്കെ പറഞ്ഞ് വൻ റോള്. ഞാനാണെങ്കിൽ പുഴുത്ത് അവിടെ ഇരുന്ന് അവരോട് നിങ്ങളെ മോൻ ഇങ്ങനെയൊക്കെയാണ് കാണിക്കണേ, ഒന്ന് പിടിക്കണോന്ന്. അവൻ തന്നെ ഒന്ന് കീഴടങ്ങി. അത് സംഭവം കുറച്ച് ചെറുതല്ലടാ, അപ്പൊ നമ്മള് കുറച്ച് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായി? അവൻ ഇനിയെല്ലാം കാണിച്ചാ കല്ലി കെട്ടി നേരെ ഇവിടെ അതെ ഇവിടെ പാലത്തിന് നേരെ താഴോട്ട്. സ്കൂളിൽ നിന്റെ തല എന്തിന് ഉജാലയിൽ മുക്കിയ? ഇത് ഇത്ര എന്ത് നീലേ, ഇത് വല്ലാത്ത നീലേ പോലെ. അങ്ങനെയാണെങ്കിൽ തിരക്കേ അലിയുടെ തല നോക്കിയേ. ക്ലോസറ്റ് തല മുക്കിയ. ഹലോ മൂക്കേറിട്ടേക്കണ. എടാ മറ്റേ കറുപ്പ് സിനിമയുടെ സൂര്യയുടെ 3ാമത്തെ റോളിലുണ്ടല്ലോടാ നീ. കഥ പറയല്ലേ. കണ്ടില്ലേ? ഹലോ മുസ്ലിം എന്ത് പറ്റിയ എന്താ ഇവിടെ? പിന്നെ ഇങ്ങ മുസ്ലിം ഒരു കൊച്ചിനെ കൂടെ നടക്കോ ചന്ദ്രന് മോനെ വിളിക്കാൻ. അയ്യേ പട്ടി. പറ എന്താ 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 ഇവിടെ? ഞാന് വന്നേ അന്നേരം സൂര്യബോസ് പറഞ്ഞ ഇങ്ങോട്ട് വരാൻ. ഞാൻ റോഡിൽ കൂടെ ഒരു കൊച്ചിനെ പോണ്ട് പോയി മോനെ വിളി. അങ്ങനെ ഈ റോഡിൽ കൂടി മാം പോകുമ്പോ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് തന്തയല്ല പോയി തന്തയെ വിളിക്കേ.
പൂണ്ടി 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 എന്നെ നാട്ടുകാരെ വിളിച്ചതാ ബോസ് നല്ല പണ്ടൊരു മാറ്റുണ്ടായിരുന്ന അട്ടപ്പാടി മാറ്റി എന്ത് പറഞ്ഞാലും തിരിച്ച് കല്ല് പോലെ നിന്ന് പറയുന്ന ഒരു മാറ്റി. കല്ല് പോലെയും തോക്ക് കൊണ്ട് മറുപടി പറയുന്ന ഒരു വാറ്റ്. കണ്ണാപ്പിയോടെ വണ്ടിയോടെ കളിക്കേണ്ട അവസ്ഥയാണ്. അച്ഛാ എന്നെ അച്ഛാ വിളിക്കണ്ട. ഞാൻ എനിക്ക് പത്ര പറയാനില്ല. ഇത് താത്തു വെക്കാനായിട്ട് ഓരോരുത്തർ ചാടി കേറുമല്ലേ തോളിലാദ്യമേ. അടി ഉണ്ടാക്കല്ലേ കൊച്ചു പിള്ളേരായിട്ട്. ഗത ഉള്ളതുകൊണ്ട് ഗോകു നിനക്ക് എലിയെ പറ്റിയുള്ള അഭിപ്രായം എന്താ? നിനക്ക് എലിയെ പറ്റിയുള്ള അഭിപ്രായം എന്താ? എലി ചേച്ചിയെ പറ്റിയാലും എലിയെ പറ്റിയാ എലി ചേച്ചി എന്ത് പറയണ എന്താ അഭിപ്രായം? നല്ലത്. എന്റെ അജിനെ പറ്റി എന്താ അഭിപ്രായം? നല്ലത്. നല്ലത്. എന്നെ പറ്റി അത് കയപ്പാണ്, അത് കയപ്പാണ്. ഇതല്ലേ എടാ മുതുക്കിൽ ആരൊക്കെ ഉണ്ടാ? മുതുക്കിൽ ആരൊക്കെ ഉണ്ട്? ഒരു പച്ച വണ്ടി 2 പേര് അങ്ങോട്ട് വന്നാ അങ്ങോട്ട് പറഞ്ഞ നോക്കിയാന്ന്. കണ്ടില്ല. എന്റെ വണ്ടിയില അങ്ങോട്ട് പോയത്. സബാഷ്. ആശ തീരുവന്നെ ഒരു പ്രശ്നമുണ്ട്. അന്നേ ഞങ്ങള് മലയാളം ഉണ്ടെങ്കിണ്ട്. ആ മലയല്ലേ മല. പോലീസ് സീനായിട്ടാ. സാർ പുതിയ വണ്ടി പീടി കിട്ടിയോ? അല്ല ഇതുണ്ടായിരുന്നേ. ഓ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. ഹലോ സിറ്റുവേഷൻ വല്ല മതിയോ? എന്താടാ? ഹലോ എന്താടാ ഇടിക്കുന്നത് നീ? നോക്കി പോണേ മക്കളെ. നോക്കി പോണേ. വണ്ടിയിൽ ഒരാൾ ഇടിച്ചങ്ങ് റവങ്ങാവാണോ? കുറച്ച് മാന്യട്ട സംസാരി. വണ്ടി ഇടിച്ച് കുറച്ചൊന്നുമില്ലല്ലോ. ചന്ദ്രുവിനെ ഒരുത്തം വന്ന് ബൈക്കിൽ പോയപ്പോ വണ്ടി ഇടിച്ചിട്ട് എന്നെ വണ്ടി ഇടിച്ചിട്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല ഞാൻ പറഞ്ഞില്ലല്ലോ വണ്ടി ഇടിച്ചിട്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സാറേ
വണ്ടി അതല്ല ചന്ദ്രു, ചന്ദ്രുവിനെ ഒരാള് ബൈക്കിൽ ഇങ്ങനെ ഇടിച്ചിട്ട് ഒരു വട്ടം. എന്നെ പിടിച്ചിട്ട്, പക്ഷെ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. 2 വട്ടം ഇടിച്ച്. അല്ല, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോന്ന്. അല്ല, ഞാൻ പറഞ്ഞ ചന്ദ്രു, നമ്മളെ ഇപ്പൊ 3 വട്ടമായിട്ട് വെറുതെ ഇടിച്ചിരുന്നുണ്ട് ചന്ദ്രു. വഴിയെ പോകുന്നവരൊക്കെ. ഓ, അങ്ങനെ റോങ് ആയത്. ഓക്കെ. നീ എവിടെ? എന്തുവാ അത്? മൊത്തം അടിയല്ല നടന്നത് ഇവിടെ. മൊത്തം വണ്ടിയാണല്ലോ, ആൾക്കാരൊന്നും ഇല്ലല്ലോ. നമുക്കിവിടെ ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ ആൾക്കാർ പുതിയ നോട്ടയാ പുതിയ ാണോ? ഞാൻ പെട്ടെന്ന് എന്റെ ഓർമ്മ. ഇന്നാണോ ഞങ്ങ 3 ദിവസമായോ? കുരുവി പറന്നിറങ്ങി ചെയ്യുന്നത്. കുരുവി കൂട്ടി പോലെ കാക്ക കയറും. ഒരെണ്ണത്തിന് 1 കോടി. 1 കോടി കണ്ണെന്ന് തോന്നുന്നു. ആര് കൊന്ന്? അയ്യോ, സോറിടാ, സോറി. ഞാൻ പറഞ്ഞാണ്ടല്ല ഞാൻ. എടീ, തീർന്നത് അല്ല, ഇവിടെ ഇപ്പൊ ചോദിച്ചുള്ളൂ. ഇപ്പൊ വെള്ളം ചോദിച്ചുള്ളൂ. വെള്ളം കഴിക്കാൻ ചത്ത. അവന്റെ വേദന ഉണ്ടോ? അവന്റെ പാവം. ഓ, മുച്ചിരി പറയുന്നത് ചന്ദ്രബോസൊക്കെ ഇപ്പൊ ഇല്ല, ചന്ദ്രൻ മാത്രമേ ഉള്ളൂ. മുച്ചിരിയാണ് ബോസ് ഒന്നും. അവൻ ബോസ് തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ, അതായത് സ്വയം പ്രഖ്യാപിത ബോസ് ആയിക്കോട്ടെ. തിരക്കുക അങ്ങനെ അവന്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് അങ്ങനെ എല്ലാരും ബോസ് വിളിക്കണമെന്ന്. കൊച്ചു പിള്ളേരുടെ ആഗ്രഹങ്ങൾ നമ്മള് സബലീകരിച്ചു കൊടുക്കണം. സൂര്യ ബോസ് എന്ന് പറയുമ്പോഴേക്കും അവരും ബോസ് ആണല്ലേ. എടാ, അതപ്പോ നിങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങള് സൂര്യബോസും മുച്ചിരി ബോസും നിങ്ങള് അല്ലടാ, നിങ്ങളായിക്കോ. നീയും കോമ്പറ്റീഷൻ വെച്ചിട്ട് ആരാണ് ബോസ്, അല്ലെങ്കിൽ സൂര്യ എന്ന് മാത്രം അറിയപ്പെടുക, അല്ലെങ്കിൽ ആണോ? ഓക്കെ, മുച്ചിരി ഓക്കെയാണോ? എടാ, കൊച്ചു പിള്ളേർക്ക് ഇടിക്കാനൊക്കെ പറ്റും. നിനക്ക് അയ്യേ, പേടിയോ? എടാ, നിനക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ അടിയടാ മുച്ചിരി. ബാറ്റ്. എടാ സൂര്യ ബാറ്റ് പറ്റോ? എടാ, അവന് ബാറ്റ് എടുക്കാൻ അവൻ നീ ഇരുന്നിടിക്കണം അവനെ. ഇരുന്നിടിക്കണം ഇങ്ങനെ. ചന്ദ്രനാനും കളിക്കാം. അങ്ങനെ അതിന്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ലല്ലോ മോനെ. നീയും അവനായിട്ടുള്ള കോമ്പറ്റീഷൻ നിങ്ങൾ കളിച്ചൂടെ? ഇല്ല, ഇടിക്കാൻ പറ്റൂല. നിന്നെ ഇടിക്കാൻ പറ്റൂല. നമുക്ക് നീ 3 ഇടിച്ചവനെ. നീ 3 ഇടിച്ചേ.
ഇപ്പൊ തന്നെ നീ 3 ഇടിച്ച്. ആ അളിയാ വയറടക്കിയ ചന്ദ്രന് പറ്റിയ ഒരു സംസാരിക്കാൻ ഒരു ആഗ്രഹമുള്ള ഒരാളുണ്ട് ഇവിടെ. ആര്? പേര് ടോം. ടോമേ ഒന്നുമില്ല. നീ ഉണ്ടാ ഇതില്? ഞാൻ നോട്ടിലുണ്ട്. എനിക്കറിയില്ല. അപ്പൊ നീ ജോലിക്കാണെന്ന് പറഞ്ഞ് നടന്ന് ഇപ്പൊ നീ ജോലിയുടെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഒരു സെക്കൻഡ് ഞാൻ അവിടെ 2 അവിടെ അടിച്ച ഒരു കൊച്ചു പിള്ളേരെ പോയിണ്ടാ. ഇപ്പൊ അടിക്കണ്ട. ഇപ്പൊ അടിക്കണ. മാറ്റിക്കോ, കുഴപ്പമില്ല. ഇല്ല അതൊന്നും കുഴപ്പമില്ല. നിനക്കോട് ഒന്ന് ജോലി ആണെങ്കിൽ ജോലി ചെയ്തോ, ഒരു സീനും ഇല്ല. എന്ത് സീന്? എടാ എത്ര ഉണ്ടാ കയ്യില്? നമ്മള് ടോട്ടൽ ഇപ്പൊ 35 പേരായി. 35 പേര്. ഓക്കെ. ഇന്നലെ കുറച്ചായിട്ട് എടുത്തായിരുന്നു. ചന്ദ്ര ഒന്ന് EMS-നെ വിളിക്കടാ ആരേലും. പെണ്ണിങ്ങനെ കിടക്കുന്നുണ്ടോ? വിളിച്ച് ഇപ്പൊ വരും. നിങ്ങളെ ടെൻഷൻ ആവില്ലേ? നിങ്ങളിങ്ങനെ ചന്ദ്രക്കൊന്നേ. ആ അളിയാ